إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد وعلى أصحابه وأتباعه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും എപ്പോഴുമുള്ള ചില ആഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോകണം. സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ നമുക്ക് വേണ്ടി മറ്റൊരാൾ കഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നത് ഓരോ വ്യക്തികളുടെയും ആഗ്രഹമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. വളരെ നല്ലതാണ്. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് ചെയ്ത പല ഉപദേശങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ ഖുർആനിൽ വരാത്ത ചിലതൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു മകനോട്, മകനെ, ആഖിറം നശിച്ചു പോകുന്ന വിധത്തിൽ നീ ദുനിയാവിൽ മുഴുകിപ്പോകരുത്. എന്നാൽ ദുനിയാവ് പാടെ ഒഴിവാക്കിയിട്ട് നീ ജനങ്ങൾക്കൊരു ഭാരവും ബാധ്യതയുമാകരുത്. നിനക്കിവിടെ ജീവിക്കാനുള്ളതൊക്കെ നീ തന്നെ അധ്വാനിച്ച് ഉണ്ടാക്കണം. സഹാബാക്കളും ഇത് തന്നെ പറയാറുണ്ടായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ തല ഉയർത്തി ജീവിക്കണം ജീവിക്കുന്ന കാലത്തോളം. നല്ല കാര്യങ്ങളൊക്കെ ധൃതി പിടിച്ച് ചെയ്യുകയും സമൂഹത്തിൻ്റെ ഒരു ഭാരമാകാതിരിക്കുകയും ചെയ്യണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉപദേശിക്കാറുണ്ടായിരുന്നു. കുട്ടികളെപ്പോലെ ആയിപ്പോകുന്ന വാർദ്ധക്യത്തെ തൊട്ട് കാവല് ചോദിക്കുന്നതിൻ്റെ ഉള്ളിലെ രഹസ്യവും അത് തന്നെയാണ്. കിടപ്പ് രോഗികളായി അത്തും പുത്തുമായി എല്ലാവർക്കും ഒരു ഭാരമായി കുറച്ചു കാലം ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു, വഅഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ വഅഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അർദലുൽ ഉമർ, ചെറിയ കുട്ടികളെ പോലെ ആയിപ്പോകുന്ന, ജീവിച്ചിട്ടൊരു കാര്യവും ഇല്ലാത്ത വിധത്തിൽ വാർദ്ധക്യത്തിലായി പോകുന്നൊരവസ്ഥ. കാക്കണേ റബ്ബേ. അപ്പൊ മറ്റുള്ളവർ നമുക്ക് വേണ്ടി സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി കഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടാകരുത് എന്നതാണ് ഇതിൻ്റെ ഒക്കെ ചുരുക്കം. അപ്പൊ നമ്മൾ ആരും മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, സാലിഹീങ്ങളടക്കം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു പരിഗണന, നല്ലൊരു സ്നേഹം. നമ്മളെപ്പറ്റി ആളുകൾ നല്ലത് പറയണം. നമ്മൾ മരിച്ചു പോയാലും എത്ര പ്രഗത്ഭരായ ആളുകളും അത് ആഗ്രഹിച്ചില്ലേ? അള്ളാഹുവിന്റെ ഉറ്റമിത്രുവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ കാണാം,
വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അല്ലാഹുവേ പിൽക്കാലക്കാരിൽ നല്ലൊരു സൽകീർത്തി എനിക്കുണ്ടാക്കി തരണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മാത്രമല്ല മകൻ ഇസ്ഹാഖിനും അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബിനുമെല്ലാം അല്ലാഹു തആല സൽകീർത്തി ഉണ്ടാക്കി കൊടുത്തത് ഖുർആനിൽ തന്നെ സൂറ മറിയമിൽ അല്ലാഹു പറഞ്ഞു, വജഅൽനാ ലഹും ലിസാന സിദ്ഖിൻ അലിയ, ഉന്നതമായ സൽകീർത്തി അവർക്കൊക്കെ നമ്മൾ കൊടുത്തു. ഇസ്ഹാഖിനെ പറ്റി പറഞ്ഞാലും യാക്കൂബിനെ പറ്റി പറഞ്ഞാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റിയാണെങ്കിലൊക്കെ ആളുകൾക്ക് നല്ലതേ പറയാനുള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മയ്യത്തുണ്ടുപോയി. മുറബി ജനാസത്തിൻ, ഒരു മയ്യത്തും കൊണ്ട് അതിലിങ്ങനെ അങ്ങ് പോയി. അപ്പൊ ആളുകളൊക്കെ ആ മയ്യത്തിനെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വജബത്ത്, നിർബന്ധായി എന്ന് പറഞ്ഞു. പിന്നീട് കൊണ്ടുവന്നത് വേറൊരു മയ്യത്താണ്. ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകളുടെ വർത്താൻ അത്ര ഗുണമില്ല. ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള പരാമർശം റസൂല് പറഞ്ഞു, വജബത്ത്, നിർബന്ധായി. ഇത് രണ്ടും കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, മാ വജബത്ത്, എന്താ റസൂലേ നിർബന്ധായത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹാദാ അസ്നൈതും അലൈഹി ഖൈറ ഫവജബത്ത് ലഹുൽ ജന്ന, ഈ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ നല്ലതല്ലേ പറഞ്ഞത്, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി. വഹാദാ അസ്നൈതും അലൈഹി ശർറ ഫവജബത്ത് ലഹുൻ നാർ, ഈ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ മോശമല്ലേ പറഞ്ഞത്, അപ്പോൾ അത് നരകമാണ്. അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ അള്ളാഹുവിന്റെ സാക്ഷികളാണ് ഭൂമിയിൽ. അപ്പൊ നമ്മെ സംബന്ധിച്ച് നമ്മൾ മരിച്ചാൽ ആളുകൾ നല്ലത് പറയണം. നല്ലത് പറയണമെങ്കിൽ നല്ല പരോപകാരിയായിട്ട് ജീവിക്കണം. മനുഷ്യന്റെ പ്രകൃതം, അവൻ വല്ല ഉപകാരവും അവനിക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഉള്ളിന്റെ ഉള്ളിലൊരു സ്നേഹം ഉണ്ടാകും. സ്വാഭാവികമാണത്. അത് തന്നെ നമ്മൾ തിരിച്ചു ആലോചിക്കണം. നമുക്ക് ഉപകാരം ചെയ്തവരോട് നമുക്ക് സ്നേഹമാണെങ്കിൽ നാം ഉപകാരം ചെയ്തവർക്ക് നമ്മോടും സ്നേഹമാണ്. സ്നേഹം വലിയൊരു പ്രതിഭാസമാണ്, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അള്ളാഹുവിന്റെ ഗിഫ്റ്റായി അവൻ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് സ്നേഹം. മക്കളോട് സ്നേഹമുണ്ട്, മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, ഭാര്യയോട് സ്നേഹമുണ്ട്, ഇണയോട് സ്നേഹം, കൂട്ടുകാരോട്, അയൽക്കാരോട്, നാട്ടുകാരോടൊക്കെ സ്നേഹമുണ്ട്. ആ സ്നേഹങ്ങളുടെ കൂട്ടത്തിൽ വലിയ സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നവവധുവാണ്, കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. ഭർത്താവിനോട് പറയാണ്, നിങ്ങള് എൻ്റെ ഉമ്മ തന്ന സ്വർണ്ണമോതിരല്ലേ, അതിട്ടിട്ട് പോകണം സൽക്കാരത്തിന് വരാനും. നിങ്ങളതിട്ട് കാണാൻ നല്ല ശേലാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോ ഭാര്യയോട് നല്ല സ്നേഹമുണ്ട്, പക്ഷേ പറയണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആണുങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിടാൻ പറ്റൂല. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. ഭാര്യയേക്കാൾ മാതാപിതാക്കളെക്കാൾ ഒക്കെ വേലയാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൽപ്പനകളും സമ്മർദ്ദങ്ങളും പ്രതികൂലമായി വരുന്ന സമയത്ത്, സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞതിന് പരിഗണന. അല്ലാതെ എനിക്ക് റസൂലിനോട് വലിയ സ്നേഹമാണെന്നും പറഞ്ഞ് ചോറുണ്ടാക്കി തന്നതല്ല സ്നേഹം. അനുകരണമാണ്, പിൻപറ്റലാണ്, റസൂലിനെ ജീവിതത്തിലേക്ക് പറിച്ചു നടലാണ് സ്നേഹം. അപ്പൊ വലിയ സ്നേഹം റസൂലിനോട്. അതിനേക്കാൾ വലിയ സ്നേഹമുണ്ട് ഒരു മുഅ്മിനിനുണ്ടാകണം. ആരോടാ? അള്ളാഹുവിനോട്. എല്ലാറ്റിലും ഉപരി ആത്യന്തികമായ സ്നേഹം അള്ളാഹുവിനോട്. എന്നാൽ അതിലും വലിയ ഒരു സ്നേഹമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അള്ളാഹുവിനോട്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം. അതേതാണ് ആ സ്നേഹം? അള്ളാഹു തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുക എന്നതാണ്. അള്ളാഹു നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുക. അള്ളാഹു സ്നേഹിച്ചാൽ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നരകത്തിലിടൂല, സ്വർഗം നിർബന്ധമായി. നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകും.
എനിക്ക് അള്ളാഹിനോട് സ്നേഹാണ് എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശവാദമാണ്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹു നമ്മെ സ്നേഹിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ സ്നേഹം പിടിച്ചു വയ്ക്കുക എന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും യാത്ര ചെയ്യുകയാണ്. അന്നത്തെ റോഡ്, ആ റോഡിലൂടെയുള്ള യാത്ര, റോഡിന്റെ നടുക്കൊരു ചെറിയ കുട്ടി. ആ കുട്ടിയുടെ ഉമ്മ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ കുഞ്ഞിനെ വാരിയെടുത്തു. കാരണം ഒട്ടകങ്ങളും കുതിരകളും പരിവാരങ്ങളും ഉള്ള ഒരു വലിയ സംഘാണ് അങ്ങോട്ട് വരുന്നത്. ആരാണെന്നൊന്നും ഉമ്മക്കറിയില്ല. ആ കുഞ്ഞിനെ വാരിയെടുത്തിട്ട് ഇബ്നി ഇബ്നി, എൻ്റെ മോനെ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് ആ വഴിയുടെ ഓരത്തേക്ക് മാറി നിന്നൊരു സംഭവം. സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാ മാ കാനത്ത് ഹാദിഹി ലിതുൽഖിയ ഇബ്നഹാ ഫിന്നാർ, ഈ മോനെ ആ ഉമ്മ തീയിലിടുവോ റസൂലേ? ഇമാം അഹ്മദ് നിവേദനം ചെയ്തത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വലിയ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് സഹാബാക്കൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ഇടില്ല. വലാ യുൽഖില്ലാഹു ഹബീബഹു ഫിന്നാർ, അള്ളാഹു അവന്റെ ഹബീബിനെയും നരകത്തിലിടൂല, തീയിലിടൂല. അള്ളാഹിന്റെ ഹബീബ്, അള്ളാഹ്ക്ക് ഹുബ്ബുള്ള ആള്, അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്നേഹമുള്ള വ്യക്തിയെ അള്ളാഹ് നരകത്തിലിടൂല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. ഒരുപാട് ജോലിക്കാരുണ്ട്. എല്ലാ ജോലിക്കാർക്കുമുള്ള ആഗ്രഹം അതിൻ്റെ മാനേജർ തന്നെ സ്നേഹിക്കണം, തന്നെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. അങ്ങനെ മാനേജർക്ക് തന്നെ ഇഷ്ടമാണോ എന്നത് ആരായും പല വിധത്തിലും അറിയാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ എപ്പോഴെങ്കിലും നമ്മൾ നമ്മോട് ചോദിച്ചിരുന്നോ, സ്വന്തത്തോട് നമ്മൾ ചോദിച്ചിരുന്നോ, മനുഷ്യ നിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടാണോ? ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കണം. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, ഓരോ വ്യക്തികളും ചോദിക്കണം. മനുഷ്യ നിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ മനസ്സിലാകുക? അള്ളാഹ്ക്ക് ഇഷ്ടാണോ ഇല്ലേ എന്നെങ്ങനെയാ മനസ്സിലാകുക? ആ മനസ്സിലാകുന്ന മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ മാർഗം അല്ലാഹു തആല ഹിദായത്ത് തരിക എന്നതാണ്. തൗഹീദ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുക എന്നതാണ്. കാരണം ഈ ദുനിയാവിലുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അല്ലാഹു തആല അവന്റെ ഇഷ്ടം നോക്കിയിട്ടല്ല വിതരണം ചെയ്യുന്നത്. മുവഹ്ഹിദിനും മുശ്രിക്കിനും മുസ്ലിമിനും കാഫിറിനും എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ് ഈ ഐഹികമായ നിഅമത്തുകൾ. എല്ലാവർക്കും അല്ലാഹു കൊടുക്കും, ഇഷ്ടം നോക്കിയിട്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടം നോക്കി കൊടുക്കുന്നതാണ് തൗഹീദ്. വലാകിൻ അല്ലാഹ യഹ്ദി മൻ യശാ, അള്ളയാണ് ഹിദായത്ത് നൽകുന്നത്. അപ്പൊ യഥാർത്ഥ തൗഹീദ് ലഭിച്ചിട്ടുണ്ടോ, അള്ളാഹുവിന്റെ ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരുപാട് ആളുകൾക്ക് കിട്ടാത്ത, ഒരുപാട് കിതാബോധിയ ആളുകൾക്ക് പോലും മനസ്സിലാകാത്ത, അവർക്കൊന്നും സ്വീകരിക്കാനുള്ള തൗഫീഖ് കിട്ടാത്ത ഏകദൈവ വിശ്വാസം തൗഹീദ്, അത് മനസ്സിലാക്കാൻ എനിക്ക് അല്ലാഹു തആല അവസരം തന്നല്ലോ. എന്നെ അല്ലാഹു സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അല്ലാഹു സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുക. നമുക്ക് കാണാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്റദിൽ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്നല്ലാഹ തആല ഖസമ ബൈനക്കും അഖ്ലാഖക്കും കമാ ഖസമ ബൈനക്കും അർസാഖക്കും, അല്ലാഹു നിങ്ങൾക്ക് സ്വഭാവം വിതരണം ചെയ്തു തന്നത് റിസ്ക് വിതരണം ചെയ്തതുപോലെ തന്നെയാണ്. റിസ്ക് പല കാറ്റഗറിയിലാ, കൂടുതലും കുറവൊക്കെ ഉണ്ട്. അതുപോലെ ആ സ്വഭാവം അല്ലാഹു വിതരണം ചെയ്ത്, നല്ല സ്വഭാവക്കാരും ചീത്ത സ്വഭാവക്കാരും
ഒക്കെ ഉണ്ട്. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമില്ല ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ അവൻ ധനം വിതരണം ചെയ്യുന്നതാണ്. ഈമാൻ കൊടുക്കണമെങ്കിൽ അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പൊ ഹിദായത്ത് കിട്ടിയാല് നീ മുവഹിദാണോ, യാതൊരു വിധത്തിലുള്ള ശിർക്കിന്റെ പ്രവർത്തനവും ചെയ്യാൻ മനസ്സ് കൂട്ടാക്കാത്തൊരവസ്ഥയുണ്ടോ എന്നാ മനസ്സിലാക്കാം അല്ലാഹു തആലാക്ക് സ്നേഹമുണ്ട് എന്ന്. എന്നാൽ ആ സ്നേഹത്തിന്റെ അളവെങ്ങനെ മനസ്സിലാക്കുക? എത്ര സ്നേഹമുണ്ട് എന്നോട്, അതും മനസ്സിലാകും. എത്ര സ്നേഹമുണ്ട് അള്ളാഹ് എന്നോട്, എത്രയാണ് അള്ളാഹുവിന്റെ ആ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടിയത്, അത്രയാ സ്നേഹം. ഫർളായ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ആഗ്രഹം, ഹറാമിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിൽക്കുന്നു, സുന്നത്തുകൾ കൂടുതൽ ചെയ്യുന്നു, കറാഹത്തുകൾ പോലും ഒഴിവാക്കുന്നു. ഖുദ്സിയായ ഹദീസിൽ അതല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഞാൻ ഫർളാക്കിയ കാര്യം കൊണ്ടാണ് എന്നിലേക്ക് അടുക്കുക. അടുപ്പം സ്നേഹമാണ്, അടുപ്പം ഇഷ്ടമാണ്. വെറുക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക, വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക, അതിന്റെ കൂടെ സുന്നത്തുകൾ ചെയ്യുക. ഒരു ചാണെടുത്താൽ ഒരു മുഴമെടുത്താൽ ഒരു മാറ്, എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ ഓടിവരുമെന്നൊക്കെ അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞില്ലേ? അങ്ങനെ ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കണ്ണും കാതും കാലും കയ്യൊക്കെ ഞാനായിരിക്കും. ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചിട്ട് അള്ള ചെയ്യുന്നത് പോലെ, അള്ള അറിയുന്നത് പോലെ, അള്ള കേൾക്കുന്നത് പോലെ ഈ മനുഷ്യനും കേൾക്കുകയും കാണും ഒക്കെ ചെയ്യും എന്ന് ദുർവ്യാഖ്യാനിച്ച ആളുകളുണ്ട്. അല്ല, ആ മനുഷ്യൻ അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ കാണൂ, അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ കേൾക്കൂ. കാരണം അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു പോയി. ആ ഇഷ്ടത്തിന്റെ പരിപൂർണത അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ആഭിമുഖ്യം, ആ ആഭിമുഖ്യം നോക്കിയാൽ അറിയാം അള്ളാഹുവിന് നമ്മോട് എത്ര ഇഷ്ടമുണ്ടെന്ന്. ചില പരീക്ഷണങ്ങളൊക്കെ തരും അള്ളാഹു. മുഅ്മിനീങ്ങളെ അള്ളാഹു തആല പരീക്ഷിക്കും. ചില നിഅമത്തുകളൊക്കെ തടഞ്ഞു വെക്കും റബ്ബ്. എന്തിനാ? വിശ്വാസികളോട് അവന്റെ ഇഷ്ടക്കാരെ വെറുത്തിട്ടാണോ? അല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്, ഇന്നല്ലാഹ ലയഹ്മി അബ്ദഹുൽ മുഅ്മിന മിനദ് ദുനിയ വഹുവ യുഹിബ്ബുഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ ദുനിയാവിനെ വല്ലാതെ അവന് ആഗ്രഹമുള്ള ചില സംഗതികൾ അതൊക്കെ അള്ളാഹ് തടഞ്ഞു വെക്കുക, കൊടുക്കുന്നില്ല. ദ്വാരന്നിട്ടും കിട്ടുന്നില്ല, അള്ളാഹ് പിടിച്ചവിടെ വെക്കുക. അല്ലാഹു തആല ചിലപ്പോൾ അങ്ങനെ പിടിച്ചു വെക്കും. കമാ തഹ്മൂന മരീളക്കും മിനത് തആമി വശറാബി തഖാഫൂന അലൈഹി. നിങ്ങൾ ചില രോഗികൾക്ക്, റസൂലുള്ള പറയാ, ചില രോഗികൾക്ക് പഥ്യമായത് കൊണ്ട് ചില ഭക്ഷണങ്ങൾ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നില്ലേ? ഉപ്പാനോട് വലിയ ഇഷ്ട, പക്ഷെ ഷുഗറാ, പഞ്ചാരട്ട് ചായ എടുക്കുന്നില്ല വീട്ടിൽ നിന്ന്. എന്തേ കാരണം? ഉപ്പാനെ ചരയിക്കുക, ഷുഗർ കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ചില ദുനിയാവിന്റെ ഐശ്വര്യങ്ങൾ കൊടുക്കാതിരിക്കും. ചിലർക്ക് അത് കൊടുത്താൽ അവരുടെ ഈമാനിന് തകരാറുണ്ടാകുമെന്ന് അള്ളാഹു മനസ്സിലാക്കിയ ചിലത് അള്ളാഹ് തടഞ്ഞു വെക്കുന്നത് രോഗികൾക്ക് നിങ്ങൾ ചില ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് പോലെയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ സ്നേഹം, നമ്മുടെ ആഭിമുഖ്യം കൂടുതൽ ആഖിറത്തിനോടാണോ അതല്ല ദുനിയാവിനോടാണോ? പരിശോധിക്കണം. അതാ സ്വന്തത്തോട് നിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടാണോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ നിലപാടും വിശ്വാസവും ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ ചോദ്യം. എന്തിനോടാണ് ആഭിമുഖ്യം? ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളൊക്കെ നമ്മുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിക്കും. നല്ലത് തന്നെ പൊളിച്ചു മാറ്റിയുണ്ടാക്കി ഒക്കെ ചെയ്യും. ആർക്കെങ്കിലും ഇങ്ങനെ ചെലവാക്കുന്നതിന് എന്തെങ്കിലും ഒരു മടിയുണ്ടോ? ഒരു മടിയുമില്ല. മടിയില്ല എന്ന് തന്നെയല്ല, കൂട്ടുകാരോടൊക്കെ പറയുകയും ചെയ്യും, നല്ലൊരു സംഖ്യ ചെലവായിപ്പോയി, ഞാനങ്ങ് തുടങ്ങിപ്പോയതായിരുന്നു, ഒരുപാട് പൈസയായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് ആഖിറത്തിന്റെ വിഷയത്തിലാണ് കൊടുക്കുന്നതെങ്കിലോ കൂടിപ്പോയോ, അത്ര വേണ്ടിയിരുന്നോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ആഭിമുഖ്യം എന്തിനോടാണെന്ന് മനസ്സിലാകും. ദുനിയാവിനോടാണോ ആഖിറത്തോടാണോ ആഭിമുഖ്യമെന്ന് മനസ്സിലാകും.
ഈ രൂപത്തിൽ പരിശോധിക്കണം നമ്മൾ നമ്മെ. എന്നിട്ട് ചോദിക്കണം നമ്മോട്, നിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടാണോ? ഇത്തരം ചോദ്യങ്ങളിലൂടെ നമ്മെ നാം വിചാരണ ചെയ്യുന്ന സമയത്താണ് ആഖിറത്തിന്റെ ആളുകളായി നമ്മൾ മാറുക, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായിട്ട് നമ്മൾ മാറുക. സുഹദ്, ഐഹിക വിരക്തി. ഐഹിക വിരക്തി എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഒഴിവാക്കലല്ല. നമ്മോട് സലഫ് സാലിഹീങ്ങൾ പറയുന്നത് ദുനിയാവ് കൈ പിടിച്ചോ, ഇഷ്ടം പോലെ വാങ്ങിക്കോ, അധ്വാനിച്ചോ, ഉണ്ടാക്കിക്കോ, കൈ പിടിച്ചാ മതി, കൽബ് പിടിക്കണ്ട. കൽബിൽ ആഹാരം പിടിക്കുക, കയ്യില് ദുനിയാവ് പിടിക്കുക. ഇങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പൊ ഈ അള്ളാഹുവിനോടുള്ള അടുപ്പൊക്കെ, ആ സ്നേഹമൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയുക. സഹാബാക്കൾ വന്നിട്ട് ഇത്തരം കാര്യങ്ങളായിരുന്നു റസൂലുള്ളാഹിയോട് ചോദിക്കാറുള്ളത്. അവർക്ക് വേണ്ട അള്ളാന്റെ ഇഷ്ട, വെറുതെ അല്ല റളിയല്ലാഹു അൻഹും അള്ളാഹ് പൊരുത്തപ്പെട്ടിരിക്കുന്നുവെന്ന് സഹാബാക്കളെ പറ്റി പറഞ്ഞത്. അവരിത്തരം ഈമാനിക വിഷയങ്ങളാ. വരൂ, നമുക്കൊരല്പസമയം മുഅ്മിനീങ്ങളാകാം എന്ന് പറയാറുണ്ടായിരുന്നു സഹാബാക്കൾ. ഈമാനിന്റെ കാര്യം പറയാം, ആഖിറത്തിന്റെ കാര്യം പറയാം, നമുക്കൊന്ന് കൂടിയിരിക്കാം. അങ്ങനെ ഒരാത്മീയമായ എക്സസൈസ് മുഅ്മിനീങ്ങൾ കൂടിയിരിക്കുന്ന സമയത്തുണ്ടാകണം. അത്തരം ചർച്ചകൾ കേൾക്കാമായിരുന്നു സഹാബാക്കളുടെ ജീവിതത്തിൽ. ഒരു സഹാബി വന്ന് ചോദിക്കുക റസൂലിനോട്, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനിന്നാസ്. ഞാൻ എന്തെങ്കിലും എനിക്കൊരു അമല് പറഞ്ഞു തരൂ റസൂലേ, ഞാനത് ചെയ്താൽ ജനങ്ങൾക്കൊക്കെ എന്നോട് വല്ലാത്ത ഇഷ്ടമായിരിക്കും. ആ അമല് അല്ലാഹ് തന്നെ, ആ പണി ചെയ്താൽ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. അങ്ങനത്തെ പണി വല്ലതും ഉണ്ടോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസി യുഹിബ്ബക്കന്നാസ്. നീ ജനങ്ങളുടെ കയ്യിലുള്ള ഒന്നും മോഹിക്കാതിരിക്കുക, ആരെടുത്തുനിന്ന് ഒന്നും കിട്ടണം എന്നുള്ള ആഗ്രഹം ഇല്ലാണ്ടിരിക്കുക. എന്നാൽ എന്നോട് ജനങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും. പലരും ഇങ്ങനെ ചോദിച്ചോണ്ട് നിന്ന്, അത് വേണോ, ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ എന്ന് ചോദിച്ചോണ്ട് നിന്നാൽ കാണുമ്പോൾ തന്നെ ഒരു വിഷമായിരിക്കും. അപ്പോ ജനങ്ങളെ അടുത്തുള്ള ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. അതുപോലെ തന്നെ ദുനിയാവ് നിന്റെ മനസ്സിൽ നിന്ന് നീ എടുത്ത് പുറത്തവിടെ വെച്ചാൽ അള്ളാഹ്ക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹ് നമ്മളെ സ്നേഹിക്കണം. അതിനെന്തൊക്കെ വേണം, എന്തൊക്കെ വിശ്വസിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഇപ്പൊ എത്ര സ്നേഹിച്ചിട്ടുണ്ട്, ഈ രൂപത്തിലുള്ള പരിശോധനയും ചിന്തയും നമ്മിൽ ഉണ്ടാകണം. തീർച്ചയായും നമ്മൾ പരിവർത്തനപ്പെടും. അതാണ് പരിവർത്തനത്തിന്റെ മാർഗം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അള്ളാഹുവിന്റെ ഇബ്തിലാ, ബലാ, പരീക്ഷണങ്ങളെ സംബന്ധിച്ച് പറയുന്നത് കാണാൻ കഴിയും. നിങ്ങളെ പല നിലക്കും അള്ളാഹ് പരീക്ഷിക്കും. സാമ്പത്തികമായി, ശാരീരികമായി പല നിലക്കും പരീക്ഷിക്കുമെന്ന്. ഈ പരീക്ഷയെ സംബന്ധിച്ച് കുറച്ചുകൂടി ആയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഅ്മിനായ മനുഷ്യനെ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് എന്തിനാണ്? ആ പരീക്ഷിക്കുന്ന രീതി എന്തിനാണ് അല്ലാഹു തആല പരീക്ഷിക്കുന്നത്? ആ പരീക്ഷയിലൂടെ അവനെ പരാജയപ്പെടുത്താനാണോ? അല്ല, മർത്തബ വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ്. നേരത്തെ ഉള്ള സ്റ്റേജിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഒരു ഈമാനികമായ അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല പരീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യന് അല്പം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹ്ക്കൊരു പ്രയാസമല്ലാതെ വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബീങ്ങളാണല്ലോ, ഇഷ്ടക്കാരാണല്ലോ. അവർക്ക് കൂടുതൽ പ്രതിഫലവും കൂടുതൽ മർത്തബയും ലഭിക്കാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുന്നു, ഇന്ന ഇളമൽ ജസാഇ മാ ഇളമിൽ ബലാഇ. ബലാ, പരീക്ഷണങ്ങളുടെ വലുപ്പം എത്രയാണോ അത്രയാ പ്രതിഫലത്തിന്റെ വലുപ്പം. ഒരു പക്ഷെ ഒരു മനുഷ്യന് അമല് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത അത്രയും സ്ഥാനം, ഉന്നത സ്ഥാനം ചില പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു തആല നൽകിയേക്കാം. ഒരു സുഖമില്ലാത്ത മകൻ, ഇനി അതല്ലെങ്കിൽ അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ പരീക്ഷണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നത് ഒരുപാട് മർത്തബകൾ നൽകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി ക്ഷമിക്കണം. റസൂലുള്ളാഹി തുടരുന്നു, ഫമൻ റളിയ ഫലഹുർ റിളാ. അല്ലാഹ് അങ്ങനെ പരീക്ഷിക്കുമ്പോ ആരാണോ ആ പരീക്ഷണത്തിൽ പൊരുത്തപ്പെട്ടത് അവൻ അള്ളാന്റെ പൊരുത്തണ്ട്. വമൻ സഖിത ഫലഹു സുഖത്ത്. ഇത് വെറുത്താലോ അള്ളാന്റെ വെറുപ്പുണ്ട്. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അനുഭവങ്ങൾ വരെ മുഅ്മിനീങ്ങൾക്ക് പാപങ്ങൾ പൊറുത്തുവാനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം ഒരു സഹാബി റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അദ്ദേഹം പറയുന്നു, റസൂലിനോട് വന്നിട്ട്, റസൂലെ, ജാഹിലിയ്യ കാലത്ത് ഞങ്ങളൊക്കെ തൗഹീദ് മനസ്സിലാക്കുന്നതിന് മുമ്പ് മക്കയിൽ വേശ്യാവൃത്തി നടത്തുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പോകാറുണ്ട്, തുറന്ന് പറയാം. അങ്ങനെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സംഭവം മറ്റൊരാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഫമറ ബിഹാ റജുലുൻ, ഒരു മനുഷ്യൻ ആ സ്ത്രീയുടെ അടുത്തുകൂടി നടന്നുപോയി. നടന്നിട്ട് ഫബസത്ത് യദഹു ഇലൈഹ, ഒന്ന് കൈയോങ്ങി തന്റെ ആദ്യ പ്രവർത്തനങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടൊന്ന് കൈ ചൂണ്ടിയപ്പോൾ, കൈ പിടിക്കാൻ നോക്കിയപ്പോൾ ഫഖാലത്ത് മഹ്, ആ സഹോദരി പറഞ്ഞു, വേണ്ട. ഇന്നല്ലാഹ അദ്ഹബ ബിശ്ശിർക്ക് വജാഅ ബിൽ ഇസ്ലാം. അല്ലാഹു ശിർക്കും അതിനോടനുബന്ധിച്ച അത്തരം വൃത്തികേടുകളൊക്കെ പോക്കിയല്ലോ. ഇസ്ലാമല്ലേ, തൗഹീദല്ലേ. ഇനി അത്തരം പ്രവർത്തനങ്ങളോ ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഒഴിവാക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന് കുറ്റബോധമുണ്ട്. അങ്ങനെയാണല്ലോ മനുഷ്യൻ, കുറ്റബോധമുണ്ട്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. വല്ല, ആ സ്ത്രീയെ ഒഴിവാക്കി അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷേ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്, ഇനിയും വരുവോ, വല്ല മനമാറ്റം ഉണ്ടാവോ എന്നുള്ള രൂപത്തിൽ തിരിഞ്ഞോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. തിരിഞ്ഞോക്കി നടന്ന എന്താ ഉണ്ടാവുക? ഹത്താ അസാബ വജ്ഹുൽ ഹായിത്ത, തല കൊണ്ടുപോയി മതിലിനൊരൊറ്റടിയ. പെരിയമലൊക്കെ നടക്കണ്ടേ, തിരിഞ്ഞോക്കിക്കൊണ്ട് നടന്നാലുണ്ടായ അനുഭവം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം വന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്ത അബ്ദുൻ അറാദല്ലാഹു ബിക ഖൈറാ, അല്ലാഹു തആല നിങ്ങളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചതാണ്. ഒരു മോശമായ ചിന്താഗതി ആ മനുഷ്യനുണ്ടായപ്പോ അള്ളാഹ് തലക്കൊരടി കൊടുത്തതാ, അല്ലാതെ മതിലിലടിച്ചതല്ല എന്ന രൂപത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുർബോധനങ്ങൾ, പൈശാചികമായ ദുർബോധനങ്ങൾ മനുഷ്യനാണ്. മാനുഷികമായി പലതും ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഇത്തരം പരീക്ഷണങ്ങൾ വരുമ്പോ അത് തെറ്റ് പൊറുപ്പിക്കപ്പെടാൻ നിമിത്തമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിന്റെ ആഴം ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. മുള്ളു തറച്ചാൽ വരെ തെറ്റ് പുറത്തു പോകുന്നല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പൊ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഗുണമായിട്ട് തന്നെ തരുന്നതാണ്. മഹാനായി യൂനുസ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിച്ചതല്ലേ? നമുക്കറിയാമല്ലോ. യൂനുസിനോട് വെറുപ്പുണ്ടായത് കൊണ്ടാണോ? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറയുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് നമുക്ക് തന്നെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം വിചാരിച്ച പോലെയാ പോക്ക്. ഒരു നാട്ടുകാരെ പ്രബോധനം ചെയ്യാൻ ഡ്യൂട്ടി ഏൽപ്പിച്ചതാ ദിന്നൂൻ പ്രവാചകനെ.
അവര് വിശ്വസിക്കാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ച് പോയതാ യൂനുസ് അലൈഹിസ്സലാം. അള്ളാഹ് പറയാ, പോക്ക് കണ്ടപ്പോ എനിക്കെന്നൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച പോലുണ്ട് ആ പോക്ക് കണ്ടിട്ട്. എന്നിട്ട് അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല. കപ്പലിൽ നിന്ന് പലവട്ടം നറുക്കെടുത്തിട്ട് പുറത്തേക്ക് തള്ളേണ്ടത് യൂനുസിനെ തന്നെയെന്ന് നറുക്കിലൂടെ ബോധ്യപ്പെട്ടപ്പോ എടുത്തെറിഞ്ഞില്ലേ? ചില തഫ്സീറുകളിൽ കാണാം, ആ യൂസുഫ് അലൈഹിസ്സലാമിനെ കടലിന്റെ ഒരു ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മത്സ്യം വിഴുങ്ങുന്നത് ആ കപ്പലിലുള്ള ആളുകൾ പോലും കണ്ടു. ഇനി ഒരു കാരണവശാലും അദ്ദേഹം രക്ഷപ്പെടാൻ ഒരു സാധ്യതയും മാനുഷികമായിട്ടില്ല എന്നെല്ലാവർക്കും ഉറപ്പായി. കടലിലാണെങ്കിൽ തന്നെ നീന്തിക്കയറാൻ പറ്റൂല, നീന്ത അറിയാമെങ്കിൽ തന്നെ കരയിൽ നിന്ന് ഒരുപാട് അകലെയാണ്, രക്ഷപ്പെടില്ല. അതിന്റെ പുറമെ ഒരു മത്സ്യം വിഴുങ്ങിയിട്ട് അത് ഊളിയിട്ട് വെള്ളത്തിന്റെ ആഴിയിലേക്ക് പോയിരിക്കുന്നു. ആമാശയത്തിലാണുള്ളത്. ആമാശയത്തിന്റെ സ്വഭാവം അതിലുള്ളത് ദഹിപ്പിക്കുക എന്നതാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മാനുഷികമായ കഴിവിന്റെ വരുതിയിൽ നിന്ന് ആലോചിച്ചാൽ ഇല്ല, ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. ആ മീനിന്റെ വയറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, ജീവിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം, വായു ശ്വസിക്കണം. ഇതിനൊന്നും ഒരു മനുഷ്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ യാതൊരു പഴുതുമില്ലാത്ത ഒരവസ്ഥയിലാണ് ആ മീനിന്റെ ഭക്ഷണമായിട്ട് ആമാശയത്തിലേക്ക് പോയത്. പക്ഷേ അല്ലാഹു തആല അവന്റെ കഴിവ് കാണിച്ചു കൊടുത്തു. യൂനുസ് നബി അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചതാ, അള്ളാഹു ഏർപ്പാടാക്കിയതാ ഇതൊക്കെ. എന്നിട്ട് കരക്ക് കൊണ്ടുപോയി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം യൂനുസ് നബി അലൈഹിസ്സലാമിനെ അറായിൽ തള്ളിയത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെയൊക്കെ തീൻ മുളപ്പിച്ചതും ആ ഇല തിന്നിട്ട് തന്റെ ശരീരം പുഷ്ടിപ്പെട്ടതും, അങ്ങനെ താൻ പ്രബോധനം ചെയ്ത നാട്ടിലേക്ക് തിരിച്ചു ചെന്ന് നോക്കുമ്പോൾ 1,00,000-ൽ പരം മുഅ്മിനീങ്ങൾ ആ നാട്ടിലുള്ളതായും ബോധ്യപ്പെടുത്തി കൊടുത്തു. അല്ലാഹ് പറഞ്ഞു, യൂനുസേ, എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ചതുപോലെയുണ്ടല്ലോ നിന്റെ പോക്ക്, അത് വിചാരിക്കണ്ട. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഉയർത്തുകയാണ്. കാരണം യൂനുസ് അല്ലാഹുവിന്റെ ഹബീബ. അതുകൊണ്ടല്ലേ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ഈ പ്രപഞ്ചം കിടുങ്ങിയത്, നടുങ്ങിയത്, മലായിക്കത്തുകൾ പോലും അല്ലാഹുവിനോട് ചോദിക്കുന്ന അവസ്ഥയുണ്ടായത്. നമ്മൾ ഓതുന്ന ഖുർആനിൽ അല്ലാഹു അത് ഉൾപ്പെടുത്തിയത്, അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തു പോയി, അക്രമികളിൽ പെട്ടുപോയി, പൊറുക്കണേ എന്ന് യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് ഖുർആനിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയത് അതിനാണ്. മുഅ്മിനീങ്ങളെ അല്ലാഹു പരീക്ഷിക്കും, അത് പരാജയപ്പെടുത്താനല്ല, അവരെ അഭിവൃദ്ധിപ്പെടുത്താനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്നേഹമാണ് എൻ്റെ ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന പരമ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇടക്കിടക്ക് നിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടാവോ, ഈ കോലത്തിലൊക്കെ ആയാൽ നിന്നെ അള്ളാഹ് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ജീവിക്കണം, പരിവർത്തനപ്പെടണം. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ ഇഷ്ടക്കാർക്ക് നീ നൽകുന്ന ആനുകൂല്യങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പാപികളാണ്, ദുർബല വിശ്വാസികളാണ്, പൊറുക്കണേ റഹ്മാനെ. അടിയുറപ്പ് തരണേ റഹ്മാനെ. ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.